ഇന്ത്യയുടെ പരമാധികാരത്തെയാണ് ട്രംപ് വെല്ലുവിളിക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. അതിന് തക്ക മറുപടിയാണ് ജയശങ്കർ നൽകിയിരിക്കുന്നത്. അത് നമ്മളെ ഒരുതരം തീരെ ചെറുതാക്കുന്ന തരത്തിലുള്ള ഒരു സമീപനമല്ലേ ട്രംപ് നടത്തിയത്. അതിൻ്റെ തിരിച്ചടി തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും അതിന് ഊരുളയ്ക്ക് ഉപ്പേരി പോലെ ഈ തെറിക്കുത്തരം മുറിപ്പത്തൽ എന്ന് പറയുന്ന ഒരു ചൊല്ലുണ്ട് നമ്മുടെ നാട്ടിൽ. അതുപോലെയാണ് ജയശങ്കർ കൊടുത്തത്. ഇന്ത്യ ഒരു പരമാധികാര സ്വതന്ത്ര രാഷ്ട്രമാണ്. ഇന്ത്യക്ക് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ അറിയാം. അത് ആരുടെ മുന്നിലും അടിയറവ് വച്ചിട്ടില്ല. അതുകൊണ്ട് ഇന്ത്യയെ ഭരിക്കാൻ വരണ്ട, ഇന്ത്യയെ ഭരിക്കാൻ ഇന്ത്യയിലെ ജനങ്ങൾ തിരഞ്ഞെടുത്ത ഭരണകൂടമുണ്ട്. ആ ഭരണകൂടത്തിനോട് മെക്കിട്ട് കയറാൻ വരണ്ട. വളരെ വ്യക്തമാണ് ജയശങ്കറിൻ്റെ വാക്കുകൾ. ഞങ്ങളിൽ നിന്ന് നിങ്ങൾ എന്തെങ്കിലും സാധനങ്ങൾ, ഞങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങണം എന്ന് ഞങ്ങൾക്ക് ഒരു നിർബന്ധവുമില്ല. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വാങ്ങിയാൽ മതി, ഇല്ലെങ്കിൽ വാങ്ങണ്ട. അത് നിങ്ങളുടെ സാധനം ഞങ്ങൾ ബഹിഷ്കരിക്കും, ഞങ്ങൾ അങ്ങനെ ചെയ്യും. ആ വരട്ടൊന്നും ഇങ്ങോട്ട് വേണ്ട. ഈ പറഞ്ഞതുപോലെ ഇന്ത്യ 1947 ആഗസ്റ്റ് 15 നേടിയ സ്വാതന്ത്ര്യം അതിനെ തുടർന്ന് ഒരു സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കായി മാറി. 1950 ജനുവരി 26 നമ്മൾ ഇന്നും ഗണതന്ത്ര ദിവസം, റിപ്പബ്ലിക് ഡേ ആഘോഷിക്കുന്നത് അതുകൊണ്ടാണ്. അന്ന് നമുക്കൊരു ഭരണഘടന ഉണ്ടായി. ആ ഭരണഘടന അനുസരിച്ചാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ആ ഭരണഘടനയ്ക്ക് വഴങ്ങി അതിന് കീഴിലാണ് നമ്മുടെ രാജ്യത്തെ ഭരണം നടക്കുന്നത്. നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കുന്നത് ആ ഭരണഘടനയും ഭരണഘടന മുന്നോട്ട് വെക്കുന്ന നിയമങ്ങളുമാണ്. അത് നടപ്പാക്കാനാണ് കാലാകാലങ്ങളിൽ ഭരണകൂടത്തെ തിരഞ്ഞെടുക്കുന്നത്. ഇവിടെ ഒരു എക്സിക്യൂട്ടീവിനെ ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൽ തെറ്റുവരുത്തുന്നുണ്ടോ എന്ന് പരിശോധിക്കലാണ് ജുഡീഷ്യറിയുടെ ജോലി. അതൊക്കെ വളരെ കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. അത് ഞങ്ങൾ നടത്തിക്കൊള്ളാം, നിങ്ങളാരും അതിൽ ഇടപെടാൻ വരണ്ട എന്ന് കൃത്യമായിട്ടും ജയശങ്കർ പറഞ്ഞിരിക്കുകയാണ്. ഇപ്പൊ ഈ ട്രംപിനെ വിരളി പിടിപ്പിച്ചിരിക്കുന്നത് ഈ ഇന്ത്യൻ കറൻസിയിൽ ഇടപാടുകൾ നടത്തുന്നു. വളരെ ശരിയാണ്. അതായത് ഇന്ത്യ റഷ്യയുടെ കയ്യിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങി ഇവിടെ കൊണ്ടുവന്ന് പ്രോസസ്സ് ചെയ്ത് അത് പെട്രോളും ഡീസലും കെറോസിനും ഒക്കെ ആക്കിയിട്ട് ഇന്ത്യക്ക് ആവശ്യമുള്ളത് എടുക്കുന്നു. ബാക്കി ഇന്ത്യ വൻ ലാഭത്തിന് മറിച്ച് വിൽക്കുന്നു. വൻ ലാഭത്തിനാണ് ഇന്ത്യ വിൽക്കുന്നത്. ഇത് ട്രംപിന് ഇഷ്ടപ്പെടുന്നില്ല. കാരണം റഷ്യയിൽ നിന്ന് വാങ്ങുന്ന ക്രൂഡ് ഓയിൽ പ്രോസസ് ചെയ്ത് തിരിച്ച് റഷ്യയിലേക്കും കൊടുക്കുന്നുണ്ട് നമ്മൾ, പെട്രോളും ഡീസലും ഒക്കെ ആയിട്ട്. അങ്ങനെ അപ്പോൾ ഈ ലോക വിപണിയിൽ ഇന്ത്യ ഇത് അവിടെ നിന്ന് വാങ്ങുന്നു. ഇന്ത്യൻ രൂപ കൊടുത്താണ് വാങ്ങുന്നത്, ഡോളർ കൊടുത്തല്ല വാങ്ങുന്നത്. തിരിച്ച് പല രാജ്യങ്ങൾക്കും മറ്റുമൊക്കെ വിൽക്കുമ്പോൾ ചിലപ്പോൾ ഡോളറിലായിരിക്കും വിൽക്കുന്നത്. അത് ഇന്ത്യയുടെ സൗകര്യം, ഇന്ത്യയുടെ സ്വാതന്ത്ര്യം. നിങ്ങളെന്തിനാ അതിൽ ഇടപെടാൻ വരുന്നത്? ട്രംപിനോട് ചോദിക്കുന്ന ചോദ്യം ന്യായമല്ലേ? ഞങ്ങളുടെ സൗകര്യത്തിന് ക്രൂഡ് ഓയിൽ എവിടുന്ന് വില കുറച്ച് കിട്ടുമോ അവിടുന്ന് ഞങ്ങൾ വാങ്ങും. അത് പ്രോസസ്സ് ചെയ്ത് ഞങ്ങൾ വിവിധ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കും. ആ ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വാങ്ങിച്ചാൽ മതി. നിങ്ങൾ വാങ്ങിക്കണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആരുടെയും പുറകെ കിടക്കുന്നില്ല. കാരണം ഞങ്ങൾക്ക് തന്നെ വലിയൊരു വിപണിയുണ്ട് ഇന്ത്യയിൽ. അവിടെ ഞങ്ങൾ ഇത് വിറ്റഴിച്ചോളാം. നിങ്ങളുടെ സഹായം വേണ്ട. നിങ്ങൾക്ക് നല്ല മനസ്സുണ്ടെങ്കിൽ മാത്രം ഞങ്ങളുടെ വാങ്ങിയാൽ മതി സാധനങ്ങൾ. അല്ല, ഇത്തവണത്തെ ചെങ്കോട്ടയിലെ പ്രസംഗത്തിൽ തന്നെ നരേന്ദ്രമോദി പറയുകയുണ്ടായി, ഇന്ത്യ ലോക വിപണിയുടെ ഒരു ഇടമാക്കി മാറ്റാൻ പോവുകയാണ് എന്നുള്ളത്. അതെ, അതൊക്കെ ഇവരെയൊക്കെ ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളാണ്. തീർച്ചയായിട്ടും അമേരിക്കയെ ഞെട്ടിപ്പിക്കുക മാത്രമല്ല, അമേരിക്ക വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഡോളറിന് ബദലായിട്ട് മറ്റ് കറൻസികൾ ഉയർന്നു വരുന്നത് അമേരിക്കയ്ക്ക് സഹിക്കില്ല. അപ്പോൾ യൂറോപ്യൻ യൂണിയൻ ആകട്ടെ അമേരിക്കയാകട്ടെ ഈ പറയുന്നത് പോലെ ഇന്ത്യയുടെ വളർച്ച അവർക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഇന്ന് അമേരിക്ക കഴിഞ്ഞാൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്നത് ചൈനയാണ്. പിന്നെ 3ാം സ്ഥാനത്ത് നിൽക്കുന്നത് ജർമ്മനിയാണ്. 4ാം സ്ഥാനത്തേക്കാണ് നമ്മൾ. ഇന്ത്യ ഇപ്പം 4ാം 3ാം സ്ഥാനത്തേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥ നമ്മുടേതാണ്. അപ്പോൾ അതിനൊരു ആപ്പ് വയ്ക്കാനാണ് ഈ ട്രംപ് ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. ഫലിക്കില്ല. ട്രംപ് തോറ്റുപോവുകയുള്ളൂ. കാരണം ഇന്ത്യ എന്താണെന്നും ഇന്ത്യയുടെ വിപണി എന്താണെന്നും ഒന്നും മനസ്സിലാക്കിയിട്ടല്ല ട്രംപ് ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു വഴി വാതിലടഞ്ഞാൽ 9 വാതിലപ്പുറത്ത് തുറക്കും ഇന്ന് ഇന്ത്യക്ക് മുന്നിൽ. അതാണ് ഇന്നത്തെ ഇന്ത്യ. അതുകൊണ്ടാണ് ജയശങ്കറെ ആ പഹൽഗാം അറ്റാക്ക് നടക്കുന്നതിന് ഒരാഴ്ച മുമ്പേ പറഞ്ഞത്, ഇത് പഴയ ഇന്ത്യയല്ല, പുതിയ ഇന്ത്യയാണ്. ഈ പഴയ ഇന്ത്യയോട് കളിച്ചതുപോലെ പുതിയ ഇന്ത്യയോട് കളിക്കരുത്, കളി പഠിപ്പിക്കും. പഹൽഗാം അറ്റാക്ക് നടന്നു, കൃത്യം 16ാമത്തെ ദിവസം തിരിച്ചടിച്ചില്ലേ? മാരകമായ അടിയല്ലായിരുന്നു. പാകിസ്ഥാൻ കരഞ്ഞുകൊണ്ട് വന്ന് കാല് പിടിച്ചില്ലേ?
എന്നിട്ട് ട്രംപ് എന്താ പറഞ്ഞേ? ഞാൻ പറഞ്ഞത് കൊണ്ട് വെടി നിർത്തി. എന്തൊരു എന്താ പറയണ്ടേ, പൊങ്ങച്ച വർത്തമാനമാണ് ഈ പറയുന്നത്. ട്രംപ് ഇവിടെ വിളിച്ചിട്ട് നരേന്ദ്രമോദി പോയി പണി നോക്കാൻ പറയുന്ന സാഹചര്യമാണ്. ഇവിടെ ഇന്ത്യയുടെ നേർക്ക് ഇത്തരത്തിലൊരു നിഷ്ഠൂര കൃത്യം പ്രവർത്തിച്ചാൽ അത് കയ്യും കെട്ടി നോക്കിയിരിക്കില്ല. അതൊക്കെ പണ്ടായിരുന്നു. ഇന്ന് പാകിസ്ഥാന് മനസ്സിലാകുന്ന ഭാഷയിൽ മറുപടി കൊടുക്കും എന്ന് വളരെ നേരത്തെ മോദി പറഞ്ഞതാണ്. അദ്ദേഹം ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ തന്നെ പറഞ്ഞതാണ്, പാകിസ്ഥാന് മനസ്സിലാകുന്ന ഒരു ഭാഷയുണ്ട്, ആ ഭാഷയിൽ വേണം അവരോട് സംസാരിക്കാൻ, അല്ലാതെ സമാധാനത്തിന്റെ ഭാഷയിൽ അവരോട് സംസാരിക്കരുത് എന്ന് നരേന്ദ്രമോദി അന്ന് തന്നെ പറഞ്ഞതാണ്. അപ്പോൾ അങ്ങനെ ഒരാൾ പ്രധാനമന്ത്രിയായപ്പോൾ അദ്ദേഹം പിന്നെ അതിനൊരു അവസരം പാകിസ്ഥാൻ കൊടുത്ത് അദ്ദേഹം അങ്ങനെ പെരുമാറാതിരിക്കുമോ, സംസാരിക്കാതിരിക്കുമോ? അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ തന്നെ സംസാരിച്ചു. അപ്പോൾ അവർക്ക് മനസ്സിലായി. അപ്പോൾ കരഞ്ഞ് കാല് പിടിച്ച് എങ്ങനെയെങ്കിലും വെടി നിർത്തണേ. കാരണം അവൻ്റെ 12 വ്യോമതാവളങ്ങളാണ് തകർത്ത് കൈ കൊടുത്തത്. അപ്പോൾ ഇതെല്ലാം വ്യക്തമായിട്ട് തെളിയിക്കുന്നു പഴയ ഇന്ത്യ അല്ല പുതിയ ഇന്ത്യ. ഇനി ട്രംപിന്, റഷ്യയുമായിട്ട് നമ്മൾ ബിസിനസ് ചെയ്യുന്നതിൽ ട്രംപിന് എന്തിനാ കണ്ണുകടി? ട്രംപിന്റെ വിഷയം ഇന്ത്യ ഡോളറിലല്ല ഇന്ത്യൻ രൂപയിലാണ് കച്ചവടം നടത്തുന്നത്. അതാണ് ഏറ്റവും പ്രശ്നം. ഇന്ത്യ അതുപോലെ ദുബായിൽ UAE-യുമായിട്ട് ഇന്ത്യ കച്ചവടം നടത്തുന്നു, ഇറാനുമായിട്ട് കച്ചവടം ഇതെല്ലാം ഇന്ത്യൻ രൂപയില. ഇനിയിപ്പോൾ പുതിയൊരു ഭീഷണി ട്രംപിന് വരുന്നുണ്ട്, ബ്രിക്സ് കറൻസി. അതെങ്ങാനും ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബ്രിക്സ് രാജ്യങ്ങളിലെല്ലാം കൊടുക്കൽ വാങ്ങൽ എല്ലാം ആ ബ്രിക്സ് കറൻസിയിലാവും. അതിനകത്ത് ചൈനയുണ്ട്, ഇന്ത്യയുണ്ട്. ഏഷ്യയിലെ ഏറ്റവും വലിയ 2 സാമ്പത്തിക ശക്തികളാണ് ചൈന, തൊട്ട് പുറകിൽ ഇന്ത്യ. അവിടെ ഇന്ത്യ രണ്ടാമതാണ് ഏഷ്യയിൽ. പിന്നെ ഈ കൂട്ടത്തിൽ റഷ്യ ഒരു വലിയ സൈനിക ശക്തിയാണ് ഇപ്പോഴും. അപ്പൊ ഈ 3 രാഷ്ട്രങ്ങൾ അങ്ങ് ഒരുമിച്ച് കഴിഞ്ഞാൽ പിന്നെ ട്രംപിന്റെ ഒരു പിത്തലാട്ടവും നടക്കില്ല. ട്രംപ് വലിയ പ്രതിസന്ധിയിലായി പോകും. അമേരിക്കയ്ക്ക് അത് വലിയ ദോഷം ചെയ്യും. ഇത് ട്രംപിനറിയാം. അതിനാണ് ട്രംപ് ഈ നിലവിളി നടത്തുന്നത്. അപ്പോൾ വളരെ കൃത്യമായിട്ട് ഈ പറഞ്ഞതുപോലെ ഒരു ഇന്ത്യയുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്യാൻ വരുന്ന ഏത് ശക്തിയാണെങ്കിലും ശരി, ഞങ്ങൾ വിടില്ല എന്ന് ജയശങ്കർ വളരെ കൃത്യമായ മറുപടി കൊടുത്തു. ഈ വിരട്ടലിന്റെ ഒരു ഭാഗമായിട്ടാണ് അമേരിക്ക ഈ പാകിസ്ഥാനുമായിട്ടുള്ള ഒരു കൂട്ടുകെട്ടിൽ തീർച്ചയായിട്ടും നമ്മളെ ഭയപ്പെടുത്താൻ. ഏറ്റവും പുതിയ വിവരങ്ങൾ വരുന്നത് എന്താന്ന് വെച്ചാൽ, പല കോണുകളിൽ നിന്ന് പല രാഷ്ട്രീയ നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നു, ഈ പാകിസ്ഥാനെ കൊണ്ട് ഇത്തരത്തിലുള്ള എന്തോ ഈ പഹൽഗാം അറ്റാക്കിന്റെ പുറകിൽ പാകിസ്ഥാന്റെയും പുറകിൽ അമേരിക്കയുടെ കൈയുണ്ടോ എന്ന് ഇപ്പോൾ ഒരു ചർച്ച ലോകത്ത് നടക്കുന്നുണ്ട്. നമ്മളിത് ആദ്യമേ പറഞ്ഞതാണ്, ഡീപ് സ്റ്റേറ്റ്, അതായത് ഇന്ത്യയിലെ നയതന്ത്ര വിദഗ്ധരും ഭരണതന്ത്രജ്ഞരും ഒക്കെ ആയിട്ടുള്ളവർ പറയുന്നത്, ഇത് അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് അറിയാതെ പാകിസ്ഥാൻ ഇതിനൊന്നും ഇറങ്ങില്ല. ഈ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിന്റെ ഇൻവോൾവ്മെന്റ് ഇവിടെ ഉണ്ട്. അതുപോലെ ബംഗ്ലാദേശിൽ ഈ അട്ടിമറി നടന്നിരിക്കുന്നത് അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിന്റെ ഇടപെടലിന്റെ ഫലമായിട്ടാണ്. ഇന്ന് പാകിസ്ഥാൻ ഇന്ത്യക്ക് നേരെ കുരയ്ക്കുന്നെങ്കിൽ അതിന് കാരണം ഈ ഡീപ് സ്റ്റേറ്റിന്റെ പിന്തുണയാണ്. അപ്പോൾ ഇതൊക്കെ വളരെ കൃത്യമായിട്ട് നമുക്കറിയാം. നമ്മളീ പുറത്ത് പറയുന്നത് പോലെ അല്ലല്ലോ രാജ്യാന്തര രഹസ്യങ്ങൾ. നയതന്ത്ര തലത്തിലൊക്കെ ഉള്ള കാര്യങ്ങൾ അവർക്കാണ് കൂടുതൽ അറിയാവുന്നത്. അവിടെ കൃത്യമായിട്ട് മറുപടി കൊടുക്കേണ്ടതുപോലെ കൊടുക്കും. അത് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രിക്കുന്ന അതിന് കരുത്തുള്ള മന്ത്രിയാണ് നിയോഗിച്ചിരിക്കുന്നത്, അതിന് കരുത്തുള്ള ഭരണകൂടത്തെയാണ് ജനങ്ങൾ നിയോഗിച്ചിരിക്കുന്നത്. അതാണ് അവിടുത്തെ പ്രത്യേകത. അങ്ങനെ കരുത്തുള്ളൊരു ഭരണകൂടവും ആ ഭരണകൂടത്തിൽ ഉൾപ്പെടുന്ന ഒരു കരുത്തുള്ള മന്ത്രിയും ഉണ്ടെങ്കിൽ വളരെ കൃത്യമായിട്ട് മറുപടി പറഞ്ഞിരിക്കും. അതാണിപ്പോൾ നടന്നത്. ട്രംപിൻ്റെ അടുത്ത് പറഞ്ഞു, മര്യാദയ്ക്ക് നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിക്കോ, ഞങ്ങളുടെ കാര്യം നോക്കാൻ ഞങ്ങൾക്കറിയാം, ഞങ്ങളത് മറ്റാരും അതിനകത്ത് ഇടപെടാൻ വരണ്ട, ഞങ്ങളത് അനുവദിക്കില്ല. നിങ്ങൾ ഞങ്ങളെ കൊണ്ട് നടക്കണമെന്നോ ഞങ്ങളുടെ സാധനങ്ങൾ വാങ്ങണമെന്നോ ഒന്നും ഞങ്ങൾ ഒരു നിർബന്ധവും പറഞ്ഞില്ല. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം വാങ്ങിച്ചാൽ അത് അമേരിക്ക ആയാലും യൂറോപ്യൻ യൂണിയൻ ആയാലും നാളെ ഇനി റഷ്യ ആയാലും ആരായാലും ശരി, ഞങ്ങളുടെ ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം വാങ്ങിച്ചാൽ മതി. വളരെ കൃത്യമാണ് മറുപടി. അതിനകത്തൊന്നും വേറെ ഇനി വ്യാഖ്യാനത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ജയശങ്കർ വളരെ ഭംഗിയായിട്ട് പറഞ്ഞു, ഇതിവിടം കൊണ്ട് അവസാനിപ്പിച്ചാൽ നിങ്ങൾക്ക് നല്ലത്. ഇനി തീരുവ വർദ്ധിപ്പിച്ച് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഭീഷണിയായിട്ട് ഇങ്ങോട്ട് വരണ്ട. ഇപ്പോൾ പുതിയൊരു നമ്പർ ഇറക്കിയിരിക്കുക. എന്താ? ഈ റഷ്യ ഉക്രൈൻ പോര് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യക്ക് മേൽ സമ്മർദ്ദം ചെലുത്താൻ ഈ തീരുവ വർദ്ധിപ്പിച്ചതെന്നാണ് ഇപ്പോൾ പുതിയ വ്യാഖ്യാനം വന്നിരിക്കുന്നത്. ഇത് ഇപ്പോൾ 2 ദിവസം മുമ്പ് വന്ന വ്യാഖ്യാനമാണ്. ഇതിനൊന്നും ഒരു നിലനിൽപ്പുമില്ല, ഇതിനെ ഒന്നും ഞങ്ങൾ മൈൻഡ് ചെയ്യുന്നില്ല എന്ന് ജയശങ്കർ വ്യക്തമായിട്ട് പറഞ്ഞു.
ഇന്ത്യയുടെ നോക്കൂ, ഇത് പ്രധാനമന്ത്രിക്ക് പറയാം, ഇന്ത്യയുടെ ഫിനാൻസ് മിനിസ്റ്ററിന് പറയാം, പ്രതിരോധ മന്ത്രിക്ക് പറയാം. അവരാരുമല്ലല്ലോ പറഞ്ഞത്, വളരെ കൃത്യമായിട്ട് വിദേശകാര്യമന്ത്രിയാണ് പറഞ്ഞത്. അപ്പോൾ വിദേശകാര്യമന്ത്രി പറയേണ്ടത് വിദേശകാര്യമന്ത്രി പറയും. അത് വളരെ കൃത്യമാണ്. മോദി ഗവൺമെൻറ്റിൽ ആര് എന്ത് ചുമതല വഹിക്കുന്നോ അവർ അക്കാര്യത്തിൽ കൃത്യമായി പ്രതികരിക്കും. പ്രതിരോധ വിഷയം ഉണ്ടെങ്കിൽ പ്രതിരോധ മന്ത്രി പ്രതികരിക്കും, ആഭ്യന്തര കാര്യത്തിൽ ആഭ്യന്തരമന്ത്രി, ധനകാര്യത്തിൽ ധനമന്ത്രി കൃത്യമായിട്ട് കാര്യങ്ങൾ പറയും. അതിനൊരു സംശയവുമില്ല, അതിന് ഒരു മാറ്റവുമില്ല. ഇവിടെ വളരെ ഭംഗിയായിട്ട് ജയശങ്കർ പറഞ്ഞു വച്ചിരിക്കുകയാണ്, മുന്നറിയിപ്പാണ്. അതായത് മര്യാദയെങ്കിൽ മര്യാദ, മാന്യമായിട്ട് ഇങ്ങോട്ട് ഇടപെട്ട അങ്ങോട്ടും മാന്യമായിട്ട് ഇടപെടും, ഇങ്ങോട്ട് കളിച്ചാൽ അങ്ങോട്ട് കളി പഠിപ്പിക്കും. നിങ്ങൾ അതുകൊണ്ട് അത്തരം ഭീഷണിയുമായിട്ടൊന്നും ഇങ്ങോട്ട് വരണ്ട, അതൊന്നും ചിലവാകില്ല. പഴയ ഇന്ത്യയല്ല, ഇത് പുതിയ ഇന്ത്യയാണ്. ഈ ഇന്ത്യ ആരെയും ഭയപ്പെടുന്നില്ല, എന്നാൽ എല്ലാവരോടും സൗഹൃദം ആഗ്രഹിക്കുന്നു, എല്ലാവരോടും ചേർന്ന് പോകാൻ ആഗ്രഹിക്കുന്നു, ആർക്കും ബുദ്ധിമുട്ടുണ്ടാക്കാൻ താല്പര്യമില്ല. പിന്നെ ഇങ്ങോട്ട് ബുദ്ധിമുട്ടിച്ചാൽ അങ്ങോട്ടും ബുദ്ധിമുട്ടിക്കും. കാര്യങ്ങൾ വളരെ ക്ലിയറാണ്. അതുകൊണ്ട് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിനെ, ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിനെ തടസ്സപ്പെടുത്താൻ ലോകത്ത് ഒരു ശക്തിയും ശ്രമിക്കേണ്ട, അത് നടക്കില്ല. ഇന്ത്യ അതിൽ നിന്ന് ഒരു ഇഞ്ച് പിന്നോട്ട് പോവില്ല. വളരെ ഭംഗിയായി ഈ കാര്യങ്ങൾ മുന്നോട്ട് നടത്തിക്കൊണ്ട് പോകും. അത് ഏത് വെല്ലുവിളിയെയും നമ്മൾ നേരിടാൻ തയ്യാറാണ്. കൃത്യമല്ലേ ഈ സന്ദേശം? അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.